കാറിൽ വന്നവർ കാറ് നിർത്തിയിട്ടിട്ട് ഓട്ടോയിൽ പോകാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നാല് ഗ്ലാസ്സെല്ലാം അടച്ചിട്ടിട്ട് പോകുമ്പോൾ ഇതാകുമ്പോൾ എല്ലാവർക്കും കാണുകയും ചെയ്യാം, ഞങ്ങളുമായിട്ട് കൂടുതൽ സംസാരിക്കുകയും ചെയ്യും എത്ര അടുത്താവുമ്പോൾ. ടൗണിലോട്ട് നിങ്ങാട്ടും കൂടുതൽ സാമ്പത്തിക മെച്ചമുണ്ട്. നമുക്ക് എന്താ പറയുക, തൊഴിലിനോട് ഒരു ആത്മാർത്ഥതയുണ്ട്. ഒരു എന്താ പറയുക, ഇന്ത്യയിൽ മൊത്തം ആൾക്കാരായിട്ട് ഒരു കോണ്ടാക്റ്റും ഉണ്ട്. അവർക്ക് നമ്മളതായ ഭക്ഷണം കൊടുക്കും. ചിലവർക്ക് പഴംപൊരിയൊക്കെ പറയുമ്പോൾ ഞാൻ വീട്ടിൽ പറയും നല്ലൊരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ അതിലൂടെ വരും. എൻ്റെ വീട് വെള്ളാരംകുന്നാണ്. അപ്പോൾ പടിഞ്ഞാറത്തെ വഴി പോകുമ്പോൾ ഞാൻ ഒന്ന് വീട്ടിലിറങ്ങി, അപ്പോൾ വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവർക്ക് അറിയില്ല, വീട്ടിലെത്തുമ്പോഴാണ് അവർക്കറിയാം. അപ്പോൾ നമ്മളൊരു ചായ സൽക്കാരൊക്കെ ആകുമ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റായിട്ട് നമ്മളിപ്പോഴും കൂടുതൽ അടുപ്പമുണ്ട്. ഒരു കുടുംബമായിട്ട് തന്നെ ഒരു അടുപ്പമായിരിക്കും. കഴിഞ്ഞ വർഷം കുറച്ച് പ്രായമുള്ള ഒരു ജർമ്മനിക്കാർ വന്നിരുന്നു. അവർ 1500 രൂപ പറഞ്ഞപ്പോഴും ലേശം ഒന്ന് പേശിയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളെ പെരുമാറ്റം കാര്യങ്ങളും അതിൻ്റെ ഡബിൾ തന്നു. അത് ഒരു ദിവസമല്ല 3 ദിവസം തന്നു. പിന്നെ അവർ സമ്മാനമൊക്കെ വാങ്ങി കൊടുത്തു. വീട്ടിലൊക്കെ കൊണ്ടുപോയതുകൊണ്ട് സീറ്റ്സൊക്കെ വാങ്ങി വീട്ടിലേക്ക് തന്നു. ടൂറിസ്റ്റിനും അതുപോലെ ഈ ഓട്ടോക്കാരനും തുല്യമായിട്ട്, അതായത് നല്ലൊരു പൈസ വരുമാനം ഇവർക്ക് ഓട്ടോക്കാർക്ക് കിട്ടുന്നതോടൊപ്പം കുറഞ്ഞ ചെലവിൽ വയനാട്ടിലെ വിവിധ കേന്ദ്രങ്ങൾ കാണുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഓട്ടോറിക്ഷ കംഫർട്ടാണെന്നൊക്കെ ചോദിക്കൂ. ബസ്സിലിങ്ങനെ ചോദിക്കുക, അവർക്ക് ഭയങ്കര ഭയമായിരിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇങ്ങനെ കൂടുതൽ ദൂരം പോകുന്നവരോ ഒരു ദിവസം വന്നവർ 3 ദിവസം നിൽക്കും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഞങ്ങളായിട്ട് കുറച്ചും കൂടി ഇണങ്ങും. I am very happy because it's new and I like this. I feel good for the tuk-tuk and it's very good. മൂന്ന് സായിപ്പാണ് എന്നോട് പറഞ്ഞത് എനിക്ക് അവർക്ക് റൂമും കൂടെ വേണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയുള്ളൂ എന്ന്. അപ്പോൾ ഒരു ചോദിച്ചാൽ നിങ്ങൾക്ക് ആംഗ്യ ഭാഷ അറിയില്ലേ, പിന്നെന്താ പ്രശ്നം, ഞങ്ങളിപ്പോൾ ഹിന്ദി അറിഞ്ഞിട്ടാണോ കേരളത്തിലേക്ക് വരുന്നത്, അല്ല മലയാളം അറിഞ്ഞിട്ടാണോ കേരളത്തിലേക്ക് വരുന്നത്. അവരും കൂടെ ഒരു കൂടുതൽ ധൈര്യം തന്നു. പിന്നെ അവർക്ക് റൂം എടുത്തു കൊടുത്തു. പിന്നെ സുൽത്താൻ ബത്തേരിയാണ് റൂം എടുത്തു കൊടുത്തത്. പിന്നെ അവർ 3 ദിവസത്തെ ഓട്ടോ ഉണ്ടായി. അപ്പോൾ അവർ കൂടുതലൊരു ധൈര്യം തന്നു.